എല്ലാവർക്കും നമസ്കാരം. വൈഷ്ണവ സുദർശനത്തിലേക്ക് എല്ലാ ഭക്തമനസ്സുകളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ നവരാത്രി കാലത്ത് നവരാത്രിയുടെ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ദിവസം നമ്മൾ ബാലസ്വരൂപയായിട്ടുള്ള ശൈലപുത്രി ദേവിയെ എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്ന് കേട്ടു. ഇനി നാളെ, അതായത് നവരാത്രിയുടെ രണ്ടാം ദിനമായിട്ടുള്ള നാളെ, പാർവതീദേവി ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ആദിപരാശക്തിയെ ആരാധിക്കുന്നത്. നവദുർഗാ സങ്കല്പത്തിൽ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി ദേവി. വെളുത്ത വസ്ത്രം ധരിച്ച് വലതുകൈയിൽ അക്ഷമാലയും ഇടതുകൈയിൽ കമണ്ഡലവും ധരിച്ചിട്ടുണ്ട്. ഹിമവാന്റെ പുത്രിയായി ജനിച്ച് ശൈലപുത്രി ഭാവത്തിൽ നിന്നും ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം മഹാദേവന്റെ ഭാര്യയാകാൻ വേണ്ടി കഠിനമായ തപസ് അനുഷ്ഠിച്ചതിനാലാണ് ദേവിക്ക് സാക്ഷാൽ മഹാദേവൻ തന്നെ ബ്രഹ്മചാരിണി എന്ന നാമം നൽകിയത്. സൗമ്യമായിട്ടുള്ള മുഖഭാവത്തോടു കൂടിയതാണ് ദേവിയുടെ സ്വരൂപം. ശുഭ്രവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ ആ രൂപം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായിട്ടാണ് ബ്രഹ്മചാരിണി ഭാവം. അമ്മ മഹാദേവനെ തപസ് ചെയ്ത സമയത്ത് ഒരു ഇല പോലും കഴിക്കാതെ തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് അപർണ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ ബ്രഹ്മചാരിണി ഭാവം സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ആ ഒരു നാഥ കൂടിയാണ്. ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഈ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ സർവ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതാകുന്നു. ദേവിക്ക് നാളെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തുക. മന്ത്രം ഇതാണ്: ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമ, ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമ, ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമ എന്ന മന്ത്രം 3 പ്രാവശ്യമെങ്കിലും, കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഉരുവിട്ടുകൊണ്ട് നാളെ നിലവിളക്ക് കൊളുത്തുക. ആ നിലവിളക്ക് കൊളുത്തുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള എന്ത് ആഗ്രഹവും അമ്മയോട് പ്രാർത്ഥിക്കണം. എന്താവശ്യമാണെങ്കിലും അമ്മയോട് പറയണം. തീർച്ചയായും നാളത്തെ ഈ ബ്രഹ്മചാരിണി ഭാവത്തിൽ അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം അച്ചട്ടാണ്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിലവിളക്ക് കൊളുത്തുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നത് വളരെ അധികം ഉത്തമമാണ്. അത് ദേവിയോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നാളെ നിലവിളക്ക് കൊളുത്തുന്നത്. അതുപോലെ തന്നെ ദേവിയുടെ ചിത്രത്തിന് മുമ്പിൽ വെളുത്ത പുഷ്പങ്ങൾ വയ്ക്കുന്നതും ഉത്തമമാണ്. മുല്ലപ്പൂക്കൾ ദേവിക്ക് വളരെ ഇഷ്ടമാണ്. മുല്ലപ്പൂവ് എത്ര കിട്ടിയാലും അത് അമ്മയ്ക്ക് സമർപ്പിക്കുക. ദേവി ചിത്രത്തിന് മുമ്പിലോ അല്ലെങ്കിൽ നിലവിളക്കിന് മുമ്പിലോ മുല്ലപ്പൂവ് ദേവിക്ക് സങ്കല്പിച്ച് സമർപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, അല്ലെങ്കിൽ ദുഃഖദുരിതങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, അങ്ങനെ എല്ലാം അമ്മയോട് പ്രാർത്ഥിക്കണം. തീർച്ചയായും ഈ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, ഫലമുണ്ട്. അതുപോലെ തന്നെ മുല്ലപ്പൂവ് കൊണ്ട് മാല കെട്ടി ദേവിക്ക് ചാർത്തുന്നതും വളരെ ഉത്തമമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിവാഹം നടക്കാൻ, വിവാഹ തടസ്സമൊക്കെ
ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വെളുത്ത പൂക്കൾ കൊണ്ട് കെട്ടിയ മാല ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ വിവാഹ തടസ്സങ്ങളെല്ലാം ഇല്ലാണ്ടായി അതിനുള്ള യോഗം സിദ്ധിക്കും. ഉത്തമമായിട്ടുള്ളൊരു വിവാഹം നടക്കും. ചൊവ്വാദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ബ്രഹ്മചാരിണിയെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ അതിന് ഒരു മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ ബ്രഹ്മചാരിണി ദേവിക്ക് 5 തിരിയിട്ട നെയ്വിളക്ക് കൊളുത്തി വെളുത്ത നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് കെട്ടിയ മാല ചാർത്തി പ്രാർത്ഥിച്ചാൽ എല്ലാവിധ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളും നിശേഷം മാറി ഉത്തമമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറും. ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നാൻ തുടങ്ങും. അതുപോലെ തന്നെ നാളെ ദേവിക്ക് നിവേദ്യമായി പാല്, വെണ്ണ, തേന്, പഞ്ചസാര ഇതൊക്കെ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ദാരിദ്ര്യ ദുഃഖവും അതുപോലെ തന്നെ മറ്റ് എന്ത് തരം ദുഃഖങ്ങളാണെങ്കിലും, രോഗങ്ങൾ കൊണ്ടുള്ള ദുഃഖങ്ങളാണെങ്കിലും, ഇനി സാമ്പത്തികമില്ലാത്തത് കൊണ്ടുള്ള ദുഃഖമാണെങ്കിലും ഒക്കെ അമ്മയോട് നാളെ മനസ്സ് തുറന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ബ്രഹ്മചാരിണി ദേവിയെ മനസ്സിൽ, അമ്മയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ആ കയ്യിൽ അക്ഷമാലയും അതുപോലെ തന്നെ ഒരു കയ്യിൽ കമണ്ഡലവുമൊക്കെ ആയിട്ട് ഉള്ള അമ്മയുടെ രൂപം മനസ്സിൽ ധരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ രൂപം കണ്ടുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുക. തീർച്ചയായും മാറ്റം വരും. അതുപോലെ തന്നെ ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും അവരെ ഈ 3 ദേവതമാരെയും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമാണ് ബ്രഹ്മചാരിണിയെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കൈവരുന്നത്. നാളത്തെ ഒരു ദിവസം വളരെ 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 പ്രധാനപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ എത്ര പഠിച്ചാലും, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എത്ര പഠിച്ചാലും മറന്നു പോവുക, മാർക്ക് കിട്ടാതിരിക്കുക, എഴുതിയാലും പലതും തെറ്റിപ്പോവുക, പരീക്ഷ ഹാളിൽ കയറുമ്പോൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, പരീക്ഷാ പേടി, ഏകാഗ്രത നഷ്ടപ്പെടുക, പരിഭ്രമം തുടങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് രണ്ടാം ദിനത്തിലെ ബ്രഹ്മചാരിണി പൂജ. അറിവിൻ്റെ മൂർത്തിമത് ഭാവമാണ് ബ്രഹ്മചാരിണി ഭാവം. അത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് അറിവ് നേടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കഴിയുന്നത്ര വിദ്യാർത്ഥികൾ നാളെ ഈ വ്രതത്തിലൊക്കെ പങ്കെടുക്കുക. അതുപോലെ തന്നെ അമ്മയ്ക്ക് വെളുത്ത പുഷ്പങ്ങൾ അർപ്പിക്കുക. മുല്ലപ്പൂ ഉണ്ടെങ്കിൽ മാല കെട്ടി ചാർത്തുക. അതുപോലെ തന്നെ മുല്ലപ്പൂ ഉണ്ടെങ്കിൽ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ വയ്ക്കുക. ഒരു നെയ്വിളക്ക് ചിരാതിനകത്ത് കത്തിക്കുക. അങ്ങനെ ആ ബ്രഹ്മചാരിണി ദേവി ഭക്തന് ജ്ഞാനവും അറിവും നൽകുന്നു. അതുപോലെ തന്നെ ദേവിക്ക് ചുവന്ന ചെമ്പരത്തിപ്പൂവും താമരപ്പൂവും സമർപ്പിക്കുന്നതും ആഗ്രഹ സാഫല്യത്തിന് വളരെ ഉത്തമമാണ്. ഇനി ദേവിയെ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു സ്തുതിയും കൂടെ പറയാം. യാ ദേവി സർവഭൂതേഷു മാ ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്നൂടെ പറയാം. യാ ദേവി സർവഭൂതേഷു മാ ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. അതുപോലെ തന്നെ ദേവിക്ക് അക്ഷതം, ചന്ദനം, പുഷ്പങ്ങൾ ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ പഞ്ചസാര, പഞ്ചാമൃതം ഇവ നിവേദ്യമായി സമർപ്പിക്കുന്നതും, വെറ്റില, അടയ്ക്ക, ഗ്രാമ്പു ഇവ അമ്മയ്ക്ക് നിവേദിച്ച് പ്രാർത്ഥിക്കുന്നതും ആഗ്രഹ സാഫല്യം ഉണ്ടാവാൻ വളരെ വളരെ ഉത്തമമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, അപ്പോൾ അതൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് നിവേദ്യമായിട്ട് വയ്ക്കാം. വെറ്റില, അടയ്ക്ക, ഗ്രാമ്പു ഇതൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് സമർപ്പിക്കാവുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭക്തമനസ്സുകളും എല്ലാ ദേവീ ഭക്തരും അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായും ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാവും. ഈ നവരാത്രി വ്രതക്കാലം അമ്മയെ ഭജിച്ചാൽ അമ്മ നമ്മളെ കൈവിടില്ല. കാരണം നമ്മുടെ അമ്മ
മറ്റാരും നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിലും നമ്മുടെ അമ്മയുടെ കാൽക്കൽ വീണ് നമ്മൾ ക്ഷമായാചന നടത്തിയാൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അമ്മ ക്ഷമിക്കും. അമ്മ നമ്മളുടെ കൂടെ ഉണ്ടാവും. അമ്മ നമ്മളെ എപ്പോഴും കൈവെള്ളയിൽ കൊണ്ടു നടക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള അമ്മയെ നാളെ 2ാം ദിനമായിട്ടുള്ള നവദുർഗാഭാവങ്ങളിൽ നവരാത്രിയുടെ 2ാം ദിവസമായ നാളെ അമ്മയെ ഭക്തിപൂർവം പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.